ഹായ് എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്കണോമിക്സിൻ്റെ പുതിയൊരു ഏരിയയുമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എക്കണോമിക്സിൻ്റെ കുറച്ച് ഫണ്ടമെന്റൽസ് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെയല്ല, കുറച്ചുകൂടെ റിപ്പീറ്റ് വാല്യൂ ഉള്ള കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ദേശീയ വരുമാനം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതിനെ കാണാം കേട്ടോ. ഇതിലെ ചില വാക്കുകൾ, എക്കണോമിക്സിൻ്റെ ടെർമിനോളജീസ് അല്ലേ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പ്രശ്നം. അത് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ തവണ നമ്മൾ ഹിസ്റ്ററിയിൽ മഹാജനവദാസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അത് ഓൾമോസ്റ്റ് 45 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് നിങ്ങൾ ചിലർ പറഞ്ഞു അത്രയും ലെങ്ത്തുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുമോ. ഞാനിതൊരു ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പോലെയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ള വീഡിയോസിന് ലെങ്ത് കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഒരു നാഷണൽ ഇൻകം ഞാൻ പഠിപ്പിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ സമയം എടുക്കും അത് കൃത്യമായിട്ട് പറഞ്ഞു തരാനും. അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു 3-4 പാർട്ടായിട്ടായിരിക്കും നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ്, ലെസ് ദാൻ 30 മിനിറ്റ്സിലുള്ള വീഡിയോസിലായിരിക്കും നമ്മൾ ഈ കണ്ടന്റ് തീർക്കുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റിൽ നല്ല എന്താ പറയുക, കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് രണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ മടിയന്മാർ പറയുന്നതാണ്, അല്ലെങ്കിൽ മടിച്ചുകൾ പറയുന്നതാണ് ലെങ്ത് കുറയ്ക്കുന്നുള്ളൂ. ഇരുന്ന് കാണുക കേട്ടോ. അപ്പോൾ ദേശീയ വരുമാനം എന്താണ്, നാഷണൽ ഇൻകം എന്താണ്, ഇതിൽ പറഞ്ഞിട്ടുള്ള ടേമുകൾ എന്താണ്, അതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനം. അടുത്തൊരു 2-3 ക്ലാസ് കഴിയുമ്പോൾ ടുവേർഡ്സ് എൻ്റെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു 10-15 ചോദ്യങ്ങൾ തരുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഈ ആദ്യത്തെ സ്ലൈഡിലേക്ക് വരണം കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഈ PDF-കളെല്ലാം നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ GK സിംപ്ലിഫൈഡിൽ അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ഈ PDF-കളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ 3 ക്ലാസ്സും കഴിഞ്ഞ് ചോദ്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും ഇതിലെ ഓരോ ടേമും നിങ്ങൾ നോക്കണം. ഈ ആരോ പോയിട്ടുള്ള ഡയറക്ഷൻ നിങ്ങൾ നോക്കണം. ഈ ആരോ പോയിട്ടുള്ള ഡയറക്ഷൻ നിങ്ങൾ നോക്കണം. എനിക്ക് ഉറപ്പാണ് ഇതിലെ 100% ടെർമിനോളജിയും ഈ ഡയറക്ഷനും നിങ്ങൾക്ക് മനസ്സിലാകും. 100%, 90% 100% നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം തരിക. നമുക്ക് ആദ്യം തന്നെ നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൻ്റെ ടെർമിനോളജീസ് ആണ് പാടുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത്. അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ പഠിപ്പിച്ചു തരാം, മനസ്സിലാക്കിക്കൊള്ളുക. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്താ? നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ഒരു നേഷൻ്റെ ഇൻകം, ഒരു ദേശത്തിൻ്റെ വരുമാനം, അത്രയും വിചാരിച്ചാൽ മതി. അപ്പോൾ ഒരു ദേശം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഇതിനകത്തുള്ള ആളുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത് ആളുകൾ ഉപയോഗിക്കുന്നു. കുറേ ആളുകൾ സാധനം ഉണ്ടാക്കുന്നു, കുറേ ആളുകൾ സാധനം വിൽക്കുന്നു, വിൽക്കുന്ന ആളുകൾക്ക് കാശ് കിട്ടുന്നു, ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് കാശ് കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര സൈക്ലിക്കലായിട്ട് നടക്കുന്ന ഒരു സാധനം. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ പണത്തിൻ്റെ ചാക്രിക പ്രവാഹം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമാണോ ഇന്ത്യക്കാരുള്ളത്? നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ ചൈനയിൽ ജോലി ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ മ്യാൻമറിൽ ജോലി ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ UK ഉണ്ടാവും, അല്ലേ, ചിലപ്പോൾ ജപ്പാനിലുണ്ടാവും. ഈ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് കാശ് അയക്കാലോ, അല്ലേ? ശരിയല്ലേ? ഈ ആളുകൾ ഇങ്ങോട്ട് കാശ് അയക്കാലോ, കാശ് അയക്കാം. ആ കാശ് ഇവിടെ എക്കണോമിയിൽ ഉപയോഗിക്കപ്പെടില്ലേ? ഇതുപോലെ ചൈനക്കാരിവിടെ ജോലി ചെയ്യുന്നുണ്ടാവില്ലേ, ബർമ്മക്കാരിവിടെ ജോലി ചെയ്യുന്നുണ്ടാവില്ലേ? ഇവരവരുടെ നാട്ടിലേക്ക് കാശ് അയക്കില്ലേ? ഇല്ലേ? അപ്പം മനസ്സിലാക്കുക, നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഈ ടെറിട്ടറിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ആ ടെറിട്ടറിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളും ഈ ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള, ഈ ദേശീയതയുള്ള, ഈ നാഷണാലിറ്റിയുള്ള ആളുകൾ ഏൺ ചെയ്യുന്നതും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതും അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് നാഷണൽ ഇൻകം? വെരി സിമ്പിൾ ഡെഫിനിഷൻ നോക്കിക്കോളുക. ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, എന്ത് വേണമെങ്കിലും പഠിച്ചോ. ഇറ്റ് റെഫേഴ്സ് ടു ദ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്. എന്തുകൊണ്ടാണ് ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നങ്ങൾ, ഗുഡ്സ് അല്ലെങ്കിൽ സേവനങ്ങൾ, സർവീസസ് എന്ന് പറയുന്നത്? വേറൊന്നുമല്ല, ഫൈനൽ ഗുഡ്സേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ബൈക്ക് വേണം. ഈ ബൈക്ക് ഒരു സുപ്രഭാതത്തിൽ ബൈക്ക് എന്ന് പറഞ്ഞ് എടുത്തു വെക്കുന്നില്ല. ഓരോ സ്പെയർ പാർട്സ് പല പല ഭാഗങ്ങളിൽ നിന്ന് അത് പല പല ഭാഗങ്ങളായിട്ട് അസംബിൾ ചെയ്ത് അങ്ങനെ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് ഒരു ബൈക്കായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത്. ആ ബൈക്കേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഫ്രെയിം മാത്രം, ഷാസി മാത്രം നിന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല, ടയർ മാത്രം നിന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ സാധനങ്ങളിൽ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് വേറൊരു പരിപാടിയില്ല, അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. നാഷണൽ ഇൻകം, അപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കും, ശരി, ഒരു രാജ്യത്തിനകത്ത് ഉണ്ടാക്കിയ സാധനങ്ങൾ, അതിൻ്റെ സർവീസസ്, ഒരു ടൈം ലിമിറ്റ് വേണ്ടേ? ഇത്ര സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ, ഇത്ര സമയത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സർവീസ് എന്നല്ല പറയണ്ടേ? ആ ടൈം ലിമിറ്റ് യൂഷ്വലി എന്ന് പറയുന്നത്
ഒരു വർഷമാണ്. യൂഷ്വലി ഒരു വർഷമാണ്, ഒരു ഫിനാൻഷ്യൽ ഇയർ. നമുക്കറിയാം ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 1-ാം തീയതി തുടങ്ങും. ഏപ്രിൽ തുടങ്ങി മാർച്ച് 31 വരെ, അടുത്ത മാർച്ച് 31 പോകുന്നു. പിന്നെ വീണ്ടും ഒരു ഏപ്രിൽ 1 തുടങ്ങും, മാർച്ച് 31 വരെ പോകും. അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിലെ ആളുകൾ നിശ്ചിത കാലയളവിൽ, സാധാരണയായിട്ട് ഒരു വർഷം, ഒരു രാജ്യത്തെ ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ അന്തിമമായിട്ടുള്ള ഗുഡ്സിന്റെയും സർവീസസിന്റെയും ആകെ മൊത്തം മൂല്യം എത്രയാണോ അതാണ് ആ രാജ്യത്തിലെ മൊത്തം പ്രൊഡക്ടിവിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. അതാണ് ആ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര ഡൗട്ട് വന്നാം, ഇതാണോ GDP, ഇതാണോ GNP, ഇതാണോ NDP, NNP, ഇതാണോ നാഷണൽ ഇൻകം, ഇതാണോ പേഴ്സണൽ ഇൻകം, ഇതെന്താ സാധനം? ഈ എല്ലാ ടേമുകളും ഞാൻ ഈ പറഞ്ഞ അടുത്ത 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ പറയുകയാണ് 2026 നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം എത്രയാണ്? അപ്പോൾ നമുക്കൊരു ബേസ് വേണ്ടേ? ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത്ര കൂടി, ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത്ര കുറഞ്ഞു എന്ന് പറയാൻ നമുക്ക് എപ്പോഴും ഒരു ബേസ് വേണം, അല്ലേ? ഇപ്പം നമ്മൾ ഇൻഫ്ലേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇൻഫ്ലേഷൻ, ഈ പണപ്പെരുപ്പം പഠിക്കണമെങ്കിൽ 6% ഉയർന്നു. എന്തിൻ്റെ 6%? ഈ വർഷവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ 6% ഉയർന്നു. അപ്പോൾ അതുപോലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേര് GDP എന്നാണ്. GDP എപ്പോഴും GDP എന്ന് വിളിക്കണമെന്നില്ല, എന്നാലും കോമൺ ആയിട്ട് സാധാരണക്കാരൻ നമ്മളൊക്കെ ആയിട്ടുള്ള GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ള പേര്, അത് നമുക്ക് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഈ സാധനം കാൽക്കുലേറ്റ് ചെയ്യാൻ വി നീഡ് എ ബേസ് ഇയർ ആണല്ലോ. ഇതിനെ വച്ച് ഇത്ര വളർന്നു എന്ന് പറയാം. എന്താണ് നമ്മുടെ ബേസ് ഇയർ? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസ് ഇയർ എന്തായിരുന്നു? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, കഴിഞ്ഞ 2-3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം 2011-12 എന്നാണ്. നിങ്ങളൊരു 10 വർഷം മുന്നത്തെ PUക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം 2004-5 എന്നാണ്. കാരണം 2004-5 ആയിരുന്നു നമ്മുടെ ബേസ് ഇയർ. എപ്പോൾ വരെ? 2015 വരെ. 2015 അത് റിവൈസ് ചെയ്ത് 11-12 എത്തിച്ചു. എന്നാൽ ഇന്നത് 11-12 അല്ല. നോട്ട് ചെയ്തോളൂ, വെരി ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് കൂടിയാണ്. ഫെബ്രുവരി 2026 വന്ന വാർത്തയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ഡിസൈഡ് ചെയ്തു? ഈ 11-12 എന്നുള്ള സാധനത്തിനെ വീണ്ടും റിവൈസ് ചെയ്തു. എന്താക്കി? 2022-23 ആക്കി. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് 22-23 ആണ്. 2022-23 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഭാവിയിൽ റിവൈസ് ചെയ്യപ്പെടും, വീണ്ടും റിവൈസ് ചെയ്യപ്പെടും 25-26 മുന്നോട്ട് പോകുമ്പോൾ. കാരണം എന്താ? കാരണം 2011 എക്കണോമി അല്ല 2019 ശേഷമുള്ള എക്കണോമി. കോവിഡിന് ശേഷമുള്ള ഇന്ത്യൻ എക്കണോമിയുടെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ എക്കണോമിക്സ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഷുഡ് ബി റിവൈസ്ഡ് അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും പെട്ടെന്ന് റിവൈസ് ചെയ്യപ്പെടണം. കാരണം ഇന്ത്യൻ എക്കണോമിയുടെ സ്വഭാവം ഫണ്ടമെന്റലി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2022-23 ആണ്. 2030 ആകുമ്പോഴത്തേക്കും എക്കണോമി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാറും. വളരെ പെട്ടെന്ന് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്, വളരെ പെട്ടെന്ന് നമ്മുടെ എക്കണോമി മാറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു റിവിഷൻ വരും. അറ്റ് പ്രസന്റ് ദ ബേസ് ഇയർ ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, നമുക്ക് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ കണക്കാക്കുന്ന നമ്മുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2022-23 വാല്യൂ ആണ്. അതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്തത്, ആരാണ് ഈ പറയുന്ന GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം പോലുള്ള സാധനങ്ങൾ റിലീസ് ചെയ്യുന്നത്? ആരത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസിയുടെ പേരാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മിനിസ്ട്രി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. അതാണ് MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, MOSPI അല്ലേ? MOSPI എന്ന് ഞാൻ ഇത്ര പേരാണ് കേട്ടോ, ഞാൻ പറയുന്നതാണ്, വേറെ ആരും പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ആരാണ് ഇപ്പോഴത്തെ ഈ വകുപ്പ് ഹാൻഡിൽ ചെയ്യുന്ന യൂണിയൻ മിനിസ്റ്റർ? ആ കേന്ദ്രമന്ത്രിയുടെ പേര് നിങ്ങൾ കമന്റായിട്ട് പറയുക. ഓക്കെ, ആ കേന്ദ്രമന്ത്രിയുടെ പേര് കമന്റായിട്ട് പറയുക. MOSPIയുടെ തലപ്പത്തിരിക്കുന്ന മന്ത്രി ആരാണെന്ന് പറയുക. കുറച്ചുകൂടെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻകം ആരാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് NSO എന്നുള്ള പേരായിരിക്കില്ല തരുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന പേര് CSO എന്നുള്ള പേരായിരിക്കും, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ള പേരായിരിക്കും. അത് തെറ്റല്ല, അത് ശരിയാണ്. എന്നാൽ ഇന്ന് CSO എന്ന് പറഞ്ഞാലും ശരിയാണ്, NSO എന്ന് പറഞ്ഞാലും ശരിയാണ്. കൂടുതൽ ശരി NSO എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? വർഷം 2019 ചില സർവേയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO റിലീസ് ചെയ്ത സർവേ. ആ NSSOയും ശ്രദ്ധിക്കുക, ആ NSSOയും ഓക്കെ
സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും കൂടെ മെർജായി. എപ്പോഴാ? 2019. അതിനുശേഷം കളക്റ്റീവ്ലി അവർ അറിയപ്പെടുന്നത് NSO എന്നാണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ള ഓപ്ഷൻ പരീക്ഷയിലുണ്ടെങ്കിൽ അത് കുത്തിക്കോളും. ഓക്കെ, പക്ഷെ മനസ്സിലാക്കുക, ഇന്നത് അറിയപ്പെടുന്നത് NSO എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് നാഷണൽ ഇൻകം, എന്താണ് അതിൻ്റെ ബേസ് ഇയർ, ക്ലിയർ ആണോ? ആരാണത് റിലീസ് ചെയ്യുന്നത്? ഇത്രയും നമ്മൾ പഠിച്ചു. ഇനിയാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സാധനം വരുന്നത്. എന്താണെന്നറിയോ? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഈ സാധനം കാണാതെ പഠിച്ചോളുക. ഇപ്പോൾ 2 ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണാതെ പഠിക്കേണ്ടി വരില്ല കേട്ടോ. ഓക്കെ, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ദ നാഷണൽ ഇൻകം. SSC ആകട്ടെ, RRB ആകട്ടെ, കേരള PSC ഒക്കെ ചോദിക്കുന്ന, ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ഡെഫിനിഷനാണ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ GDP എന്താണ്? എന്താണ് ഈ GDPയിൽ നിന്നും NNPയിലേക്കുള്ള യാത്ര? എന്താണ് ഈ ഫാക്ടർ കോസ്റ്റ്? അതല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് ഉള്ളത്? അതൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ പഠിച്ചോളുക. ഇന്ത്യയുടെ നാഷണൽ ഇൻകം, ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഒന്ന് വായിച്ചേ. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ച വിലയിരുത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം ആ സമ്പദ് വ്യവസ്ഥയിലെ ദേശീയ വരുമാനത്തിന്റെ വർധനവാണ്. ദേശീയ വരുമാനം എന്നത് ഘടക ചെലവിലുള്ള അറ്റദേശീയ ഉൽപ്പന്നത്തിന് തുല്യമായിരിക്കും. ടെൻഷനാവണ്ട. അറ്റ, നെറ്റ്, ദേശീയ, നാഷണൽ, ഉൽപ്പന്നം, പ്രൊഡക്റ്റ്, ഘടക ചെലവ്, ഫാക്ടർ കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ വീണ്ടും 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 കാണും. ഓരോ ടൈമിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദേശീയ വരുമാനം കണക്കാക്കാൻ മൊത്തം ദേശീയ ഉൽപ്പാദനത്തിൽ നിന്ന് തേയ്മാനവും, മൊത്തം ഗ്രോസ്. അപ്പോൾ ഗ്രോസ് ദേശീയം, നാഷണൽ ഉൽപ്പാദനം, P പ്രൊഡക്റ്റ്. ക്ലിയർ ആണോ? അപ്പോൾ GNPയിൽ നിന്ന് ഇവർ പറയുന്നു ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് NNP കിട്ടും. പിന്നെന്ത് കുറയ്ക്കണം? അറ്റ പരോക്ഷ നികുതി, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് GNPയിൽ നിന്നും നമ്മൾ ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കുറയ്ക്കുമ്പോൾ നമുക്ക് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഈ ഇക്വേഷനും കാണാതെ പഠിച്ചോ. ഓക്കെ, എനിക്കിപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് മനസ്സിലായി. ഇത് കാണാതെ പഠിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ചേട്ടൻ വീഡിയോ ചെയ്യുന്നതല്ലേ? എനിക്കിത് പറഞ്ഞു തരാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് ഫണ്ടമെന്റൽസ് പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഫോർ ദാറ്റ് മാറ്റർ ഈ ഒരു സാധനം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല എന്ന് പറയാം. അത് അടുത്ത വീഡിയോ കൂടെ കഴിയുമ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ. കുറച്ച് സമയമെടുത്താണ് നമ്മൾ പോകുന്നത്. അതായത് പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്ന ചില ടെർമിനോളജീസ്, നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ചില ടെർമിനോളജീസ് PYQ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നത് അതൊക്കെ ആയിരിക്കും. എന്തൊക്കെയാണ്? എന്താണ് ഫൈനൽ ഗുഡ്സ്, എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? കമ്പാരിറ്റീവ്ലി ഈസിയാണ്, വാക്കിൻ്റെ അർത്ഥം തന്നെ വെച്ച് കിട്ടും. എന്താണ് കൺസ്യൂമർ ഗുഡ്സ്, എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്? കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല. എന്നാൽ മെജോറിറ്റിക്കും അറിയാത്ത സാധനമാണ് എന്താണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, എന്താണ് NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, എന്താണ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NNP. അപ്പോൾ നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം. ഒന്നിൽ ഗ്രോസ് ഉണ്ട്, ഒന്നിൽ നെറ്റ് ഉണ്ട്, ഒന്നിൽ ഡൊമസ്റ്റിക് ഉണ്ട്, ഒന്നിൽ നാഷണൽ ഉണ്ട്. ഓക്കെ, എന്താണ് ഗ്രോസ്, എന്താണ് നെറ്റ്? മൊത്തം, അറ്റ, ആഭ്യന്തരം, ദേശീയ. ഇതുപോലെ നിങ്ങൾക്ക് സംശയം വരുന്ന മറ്റൊരു ടൈമാണ് എന്താണ് ഫാക്ടർ കോസ്റ്റ്, എന്താണ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ധൈര്യം കിട്ടുന്നില്ലേ? അതെ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ സംശയം. ഇത് ഓരോന്നും ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. പിന്നെ മറന്നുപോയില്ല കേട്ടോ, ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ആസ് യൂഷ്വൽ ഹിസ്റ്ററി പോളിറ്റിയൊക്കെ പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് കഥ പോലെ തന്നെ എക്കണോമിക്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടൈമിലേക്ക് വരികയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ്, വാട്ട് ഈസ് മാക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഇൻകം ഒരു ദേശത്തിൻ്റെ മൊത്തം കേസാണ്, നമുക്കറിയാം. അതൊരു മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റർ ആണ്. അത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമല്ല, മാക്രോ എക്കണോമിക്സ് ആണ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. അപ്പോൾ അതിലെ ആദ്യം നമുക്ക് ഡൗട്ട് വരുന്ന ഒരു വാക്ക് എന്താണ് ഫൈനൽ ഗുഡ്സ്, അതുപോലെ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ഡൗട്ട് വരുന്നൊരു വാക്ക് എന്താണ് കൺസ്യൂമർ ഗുഡ്സ്, എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഇനി ശ്രദ്ധിച്ചോളുക കേട്ടോ, ശ്രദ്ധിച്ചോളുക. ഇത് NCERT ആണ്, NCERTയുടെ മലയാളമാണ് കേട്ടോ.
ഇതിൽ നിന്നൊക്കെ തന്നെ ഡെഫിനിഷൻ വരുന്നത്. ശ്രദ്ധിച്ചോളുക. അന്തിമമായ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന സാധന സേവനങ്ങളെയാണ് അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യുകയാണ്, അതിനപ്പുറത്തേക്ക് അത് ഉപയോഗിക്കുന്നില്ല. സാധനം മേടിച്ചു, ഞാൻ അതിനെ കൺസ്യൂം ചെയ്യുകയാണ്. ഞാൻ ഒരു കുപ്പി വെള്ളം മേടിച്ചു, ആ വെള്ളം ഞാൻ കുടിക്കുകയാണ്, അത് ഞാൻ കൺസ്യൂം ചെയ്യാണ്. സോ ഇറ്റ് ഈസ് എ ഫൈനൽ ഗുഡ്. അതായത് വീണ്ടും ഉൽപാദന പ്രക്രിയയിലേക്ക് കടന്നു വരാത്ത സാധനങ്ങളാണ് അന്തിമ സാധനങ്ങൾ. ഫർദർ പ്രൊഡക്ഷനിലേക്ക് അത് പോകുന്നില്ല. ക്ലിയർ ആണോ? ഫർദർ പ്രൊഡക്ഷനിലേക്ക് അത് പോകുന്നില്ല. ഈ വെള്ളം ഞാൻ മേടിച്ചിട്ട് ഞാനിത് കുടിച്ചു കഴിഞ്ഞാൽ അത് ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. എന്നാൽ ഈ വെള്ളം ഞാൻ മേടിച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നെങ്കിൽ അതപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് അല്ല. അതപ്പോൾ എന്താണ്? അതപ്പോൾ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആണ്, മധ്യമ സാധനങ്ങൾ. ഈ മലയാളം പറയുന്നത് PSC എഴുതുന്ന കുട്ടികൾക്ക് എളുപ്പം വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ചില റെയിൽവേ പരീക്ഷകൾക്കൊക്കെ മലയാളം ഇങ്ങനത്തെ മലയാളം കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. SSCക്കൊക്കെ മിക്കവാറും ഇന്റർമീഡിയറ്റ് സാധനങ്ങൾ എന്നൊക്കെ തന്നെയാണ് തരാറുള്ളത്. മധ്യമ സാധനങ്ങൾ ഫൈനലിലേക്ക് എത്തിയിട്ടില്ല. ക്ലിയർ ആണോ? അപ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. വീണ്ടും ആ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സൈക്കിളിന്റെ ഭാഗമായിട്ടുള്ള സാധനമല്ല ഫൈനൽ ഗുഡ്സ്, അത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഫൈനൽ ഗുഡ്സിലേക്ക് വന്നാൽ നമുക്ക് നോക്കാം. ഫൈനൽ ഗുഡ്സ് രണ്ട് തരത്തിൽ വരാം. എന്തൊക്കെയാണ് രണ്ട് തരങ്ങൾ? ഒന്ന് കൺസ്യൂമർ ഗുഡ്സ്, ഉപഭോഗ സാധനങ്ങൾ. അപ്പോൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്ന അന്തിമ സാധനങ്ങൾ ഒന്നുകിൽ കൺസ്യൂമർ ഗുഡ്സ് ആവാം, ഉപഭോഗ സാധനങ്ങൾ. ഉണരു, ഉപഭോക്താവ്, ഉണരു എന്നല്ല പറയാറ്, ഉപഭോഗം, കൺസംഷൻ. അടുത്തതാണ് ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ ആകാം. എന്താണ് സാധനം എന്ന് പറഞ്ഞു കേട്ടോ, വായിച്ചോളുക. ഒരു സാധനം അന്തിമമായി കണക്കാക്കുന്നത് അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണം, നിങ്ങൾ തേയില എന്ന വസ്തു വാങ്ങി, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വാങ്ങി. അങ്ങനെയാണെങ്കിൽ തേയിലയെ അന്തിമ സാധനം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താം. കാരണം എന്താ? ആ തേയില വെച്ച് നിങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നാൽ അതേ തേയില വാങ്ങുന്നത് ഒരു ഹോട്ടൽ ഉടമയാണെങ്കിൽ എന്താണ്? അത് അയാൾക്ക് ഫർദർ റവന്യൂ ജനറേഷൻ ഇല്ലേ? അയാൾ ഉണ്ടാക്കുന്ന ചായ അയാൾ വീണ്ടും വിൽക്കുമല്ലേ? അപ്പോൾ ആര് തേയില വാങ്ങുന്നു എന്നതിനനുസരിച്ച് തേയിലയുടെ സ്വഭാവം മാറും. ഞാനോ നിങ്ങളോ വാങ്ങുകയാണെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തിളപ്പിച്ച് ചായ ഇട്ട് കുടിക്കുകയാണെങ്കിൽ ആ തേയില എന്ന് പറയുന്നത് അതൊരു കൺസ്യൂമർ ഗുഡ്സ് ആണ് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഉപഭോഗ സാധനമാണ്, അതൊരു ഫൈനൽ ഗുഡ്സ് ആണ്. ഇതേ തേയില ഒരു ചായക്കടക്കാരൻ വാങ്ങുകയാണെങ്കിൽ എഗെയിൻ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ സൈക്കിൾ. വീണ്ടും റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്, വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതെന്താണ്? അപ്പോൾ അത് കൺസ്യൂമർ ഗുഡ്സ് ആണ്, പക്ഷെ അത് ഫൈനൽ ഗുഡ്സ് അല്ല. ക്ലിയർ ആണോ? അപ്പോൾ അതെന്താണ്? അത് ഇന്റർമീഡിയറ്റ് ഗുഡ്സിൽ വരുന്നു. വായിച്ചേ. അന്തിമ സാധനങ്ങൾ, ഉപഭോഗ വസ്തുക്കൾ, മൂലധന വസ്തുക്കൾ എന്നിങ്ങനെ രണ്ട് തരം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഉപഭോഗ വസ്തുക്കൾ കൺസ്യൂമർ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ ക്യാപിറ്റൽ ഗുഡ്സ്. ക്ലിയർ ആണോ? ഉപഭോക്താക്കൾ നേരിട്ട് ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നു. അതായത് ഉദാഹരണം പറയുന്നു നോക്കി, ബ്രെഡ്, TV, ഫ്രിഡ്ജ്, അരി, പഞ്ചസാര, ഇതൊക്കെ നിങ്ങൾ മേടിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെന്താണ്? കൺസ്യൂമർ ഗുഡ്സ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്? ശ്രദ്ധിച്ചേ. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്? ശ്രദ്ധിച്ചേ. കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ. എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ്? ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫാക്ടറിയോ മറ്റോ തുടങ്ങാം, അത് അടുത്തൊരു സാധനത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ യന്ത്രങ്ങൾ, മറ്റുള്ള ഉപകരണങ്ങൾ, ഭാവിയിൽ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്ന മെഷീൻ, അപ്പോൾ ബ്രെഡ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡാണ്, ആ മെഷീൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡാണ്. ക്ലിയർ ആണോ? അപ്പോൾ മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫൈനൽ ഗുഡ്സിനെ, അതിനെ നമ്മൾ എങ്ങനെ പറയുന്നത്? ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ വീണ്ടും പറയട്ടെ, ഫൈനൽ ഗുഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. എന്തൊക്കെയാണ്? കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സ് വീണ്ടും എന്തിന്റെ ഭാഗമല്ല? ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ സൈക്കിൾ. തീർന്നു അവിടെ. ക്ലിയർ ആണോ? കൺസ്യൂമർ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്? വീണ്ടും ഫർദർ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടിരിക്കുന്ന സാധനമാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഉദാഹരണ സഹിതം നമ്മൾ പഠിച്ചു മെഷീനറീസ് ഒരു ഉദാഹരണമാണ്, ഏറ്റവും വലിയ ഉദാഹരണമാണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? മലയാളത്തിൽ പറഞ്ഞാൽ മധ്യമ സാധനങ്ങൾ. അന്തിമ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയയിൽ കടന്നു വരുന്നതുമായ സാധനങ്ങളാണ് മധ്യമ സാധനങ്ങൾ. അസംസ്കൃത വസ്തുക്കൾ, റിസോഴ്സസ്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ബൈക്കിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. അത് ബൈക്കായി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നവരെ അത് ഏതൊക്കെ ഫേസിലൂടെ കടന്നു പോകുന്നുണ്ടോ? പല പല കമ്പനികളുടെ പല പല പ്രൊഡക്റ്റുകളാണ് അവിടെ ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ആ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളൊന്നും ഫൈനൽ പ്രൊഡക്ട്സ് അല്ല. ആ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ബൈക്കാണ്.
ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ പുകയില നമ്മൾ കൃഷി ചെയ്യുകയാണ്, ടുബാക്കോ നമ്മൾ കൃഷി ചെയ്യുകയാണ്. ഈ സാധനം നമ്മൾ കൃഷി ചെയ്തെടുത്തു, അതിനെ നമ്മൾ ആക്കാനായിട്ട് പോകുന്നത് സിഗാർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണെന്ന് ഇരിക്കട്ടെ. ക്ലിയർ? ഫിഡൽ കാസ്ട്രോയുടെ സിഗാറാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രൂപത്തിലേക്ക് എത്തുന്നത് വരെ അതെന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. അങ്ങനെയുള്ള ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ നമ്മൾ നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിൽ എടുക്കില്ല. വി ആർ ഓൺലി കൺസിഡറിംഗ് ദ ഫൈനൽ ഗുഡ്സ്. അതാണ് ആദ്യം പറഞ്ഞത്, അന്തിമ സാധനങ്ങളെ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് മനസ്സിലായി, ഫൈനൽ ഗുഡ്സ് എന്ന് മനസ്സിലായി. നല്ല ആദ്യത്തേതാ ഈ ടേമുകളുടെ അർത്ഥം മനസ്സിലായല്ലോ, ഫൈനൽ വേഴ്സസ് ഇന്റർമീഡിയറ്റ്. ഈ ഫൈനലിൽ തന്നെ കൺസ്യൂമർ ഗുഡ്സ്, ഉപഭോഗ സാധനങ്ങളുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് എന്നാൽ ഫർദർ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പോൾ ഒരു കാര്യം കൂടെ, ഒരു സിമ്പിൾ ഫാക്റ്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ തൽക്കാലത്തേക്ക് നിർത്താം. നമ്മൾ നിർത്തിപ്പോവില്ല, നമ്മൾ വീണ്ടും കാണും. നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടിട്ടില്ലേ? എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ദർ ആർ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ആ 4 സാധനങ്ങൾ എന്തൊക്കെയാണ്? ആ 4 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, എക്കണോമിക്സിന്റെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കിയാൽ മനസ്സിലാകും. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. അതായത് ഏതൊരു ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 4 സാധനങ്ങൾ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്. ഈ ലാൻഡ് കൊടുക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചൊരു സാധനം കിട്ടണം. ഞാൻ എൻ്റെ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിന് വാടക കിട്ടണം. ഞാനൊരു തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടണം. ഞാൻ ചെയ്യുന്ന തൊഴിലിന് എനിക്ക് ശമ്പളം കിട്ടണ്ടേ? വേണ്ടേ? ഞാനൊരു ക്യാപിറ്റൽ മുടക്കി കഴിഞ്ഞാൽ എനിക്ക് അതിന് പലിശ കിട്ടണം. ഞാനൊരു സംരംഭകൻ അല്ലെങ്കിൽ സംരംഭകയാണെങ്കിൽ സംരംഭകത്വം എപ്പോഴും ലാഭം നോക്കിയിട്ടാണ് പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക, ലാഭം ഉണ്ടാക്കുക. എനിക്ക് പ്രോഫിറ്റ് കിട്ടണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണോ ഈ എക്കണോമിയുടെ ഭാഗമായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്. ഈ വീട്ടിൽ നിന്നുമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പോകുന്നത്. ഈ വീട്ടിലുള്ള ആളുടെ സ്ഥലം, ഈ വീട്ടിലുള്ള ആൾ തൊഴിലാളിയായിട്ട് പോകുന്നു, ഈ വീട്ടിലുള്ള ആൾ കാശ് മുടക്കുന്നു, ഈ വീട്ടിലുള്ള ആൾ സംരംഭകനായിട്ട് പോകുന്നു. ഈ വീട് നമ്മുടെ രാജ്യമെന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് നിന്നല്ല എല്ലാ സാധനങ്ങളും വരുന്നത്. ഇപ്പം എൻ്റെ അച്ഛൻ വലിയൊരു മുതലാളിയാന്നിരിക്കട്ടെ, അച്ഛനത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു മുതലാളിയാണെന്ന് കിട്ടിയാച്ചാൽ അച്ഛൻ്റെ ഒരുപാട് സ്ഥലമുണ്ട്, അച്ഛൻ വാടകയ്ക്ക് കൊടുക്കണം. അച്ഛൻ എന്ത് കിട്ടും? സ്ഥലത്തിന് വാടക കിട്ടും. ഞങ്ങൾക്കൊന്നും മൂപ്പര സ്ഥലം തരുന്നില്ല. ഞങ്ങൾ തൊഴിലിന് പോകാനിരിക്കട്ടെ, മൂത്ത മകൻ ഞാൻ തൊഴിലിന് പോവാണ്, എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ശമ്പളം കിട്ടും. രണ്ടാമത്തെ മകൻ തൊട്ട് താഴെയുള്ള ആളിൽ ഒരുപാട് കാശുണ്ടെന്നിരിക്കട്ടെ, മൂപ്പര് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം, മൂപ്പർക്ക് എന്ത് കിട്ടും? മൂപ്പർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഏറ്റവും ഇളയവനാണ് ഏറ്റവും അടിപൊളിയായിട്ട് ചിന്തിക്കുന്നതിരിക്കട്ടെ, അപ്പോൾ അവനാണ് സംരംഭകൻ എന്നിരിക്കട്ടെ വീട്ടിലെ, മൂപ്പർക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇവിടുന്ന് ഒരു സാധനം കിട്ടും. വേജ് ആകട്ടെ, റെന്റ് ആകട്ടെ, പ്രോഫിറ്റ് ആകട്ടെ, ഇവിടുന്ന് കൊടുക്കുന്ന സാധനത്തിന് ഇങ്ങോട്ട് കാശിന്റെ ഫ്ലോ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത്രയും സാധനം കൊടുക്കുമ്പോൾ, ഞാൻ വീണ്ടും പറയാം, എൻ്റെ വീടിനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യൂ. നമുക്ക് നമ്മുടെ പഞ്ചായത്തും അല്ലെങ്കിൽ നമ്മുടെ ജില്ല, നമ്മുടെ രാജ്യം എന്നുള്ള സാധനം കിട്ടിയില്ലേ? അതാണിത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ്, സോപ്പ്, ജീപ്പ്, കണ്ണാടി, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, ഹോട്ടൽ സർവീസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് ഇങ്ങോട്ടേക്ക് വരുവാണ്. എൻ്റെ വീട്ടുകാർ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. സോപ്പ് ഉപയോഗിക്കും, ചീപ്പ് ഉപയോഗിക്കും, കണ്ണാടി ഉപയോഗിക്കും, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും, വസ്ത്രങ്ങൾ മേടിക്കാനായിട്ട് പോകും. നമ്മുടെ രാജ്യം ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഷർട്ട് മേടിച്ചാൽ കാശ് കൊടുക്കും, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ കാശ് കൊടുക്കും, ട്രാൻസ്പോർട്ടേഷന് കാശ് കൊടുക്കും. അപ്പം ഇതാണ് കാശിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് വായിച്ചേ. പ്രൊഡക്ഷൻ ജനറേറ്റ്സ് ഇൻകം. അതായത് ഇവിടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അത് ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു? ഇൻകം കിട്ടുന്നു. അടുത്ത് വായിച്ചേ. വിച്ച് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പെൻഡിച്ചർ. എനിക്ക് കിട്ടുന്ന ശമ്പളം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ചെലവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ ചെലവിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിച്ച് ലീഡ്സ് ടു ഫർദർ പ്രൊഡക്ഷൻ. അതായത് ഞാൻ ഇന്ന സാധനങ്ങൾ കൊടുത്തപ്പോൾ എനിക്ക് ഇത്രയും കാശ് കിട്ടി. ഈ സാധനങ്ങൾ ഞാൻ ഇന്ന സാധനങ്ങൾ കൊടുത്തപ്പോൾ എനിക്ക് ഇത്ര കാശ് കിട്ടി. എൻ്റെ ഈ പറയുന്ന ഫാക്ടേഴ്സിന് ഉപയോഗിച്ചിട്ട് അവർ പല പല ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ കയ്യിൽ ഓൾറെഡി കാശുണ്ട്, ആ കാശ് ഞാൻ ഇവർക്ക് കൂടുതൽ ഈ സർവീസ് മേടിക്കും. അങ്ങനെ നമ്മുടെ എക്കണോമിയിൽ ഒരു സർക്കുലർ ഫ്ലോ നടക്കുന്നുണ്ട്, ചാക്രിക പ്രവാഹം നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ,
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, ഗ്രോസ് എന്താണ്, നെറ്റ് എന്താണ് നമ്മൾ കാണും, ഫാക്ടർ പ്രൈസ് എന്താണ്, ഫാക്ടർ കോസ്റ്റ് എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്താണ് നമ്മൾ കാണും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മുടെ കയ്യിലുള്ളത് സമയമാണ്, നമുക്ക് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വരാൻ പോകുന്ന കമൻറ്റ് എനിക്ക് പറയാം, കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. കാര്യമായിട്ട് കിട്ടണമെങ്കിൽ 1 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ നിങ്ങളത് കാണുമോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രം. നാഷണൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു തന്നു, ചില ബേസിക് PYQs പറഞ്ഞു തന്നു. നാഷണൽ ഇൻകത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഡോക്യുമെൻ്റ് വീണ്ടും പറയട്ടെ, ഇതാ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഈ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം, നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഡെയിലി നടക്കുന്ന കോളുകളിൽ പങ്കെടുക്കാം, പഠിക്കാം, ജോലി മേടിക്കാം. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ തവണയും പറയുന്ന പോലെ സുഹൃത്തുക്കളെ, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.